Hello everyone, welcome to Daffodil Learning. നമ്മൾ ഇന്ന് ലിവിംഗ് വേൾഡിൻ്റെ Ncert റീഡിംഗ് പാർട്ട് 2ലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ വാട്ട് ഇസ് ലിവിംഗ് എന്നുള്ള പാർട്ട് നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തിരുന്നു ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ. നെക്സ്റ്റ് പോർഷനാണ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്നത്. If you look around, you will see a large variety of living organisms, be it potted plants, insects, birds, your pets or other animals and plants. There are also several organisms that you cannot see with your naked eye, but they are all around you. If you were to increase the area that you make observations in, the range and variety of organisms that you see would increase. Obviously, if you were to visit a dense forest, you would probably see a much greater number and kinds of living organisms in it. Each different kind of plant, animal or organism that you see represents a species. Okay, so each different kind of plant aikote, animal aikote, organism idokke that represents a specific aittulla species ine represent cheyyunana avayokke. The number of species that are known and described range between 1.7 to 1.8 million. That's an important statement actually. So, നമ്മുടെ നമ്പർ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്നത് 1.7 to 1.8 മില്യൺ ഇടയിൽ വരുന്നതാണ്. ഓക്കെ, ഇതിനാണ് ആക്ച്വലി നമ്മൾ പറയുന്ന ബയോഡൈവേഴ്സിറ്റി. ദിസ് റെഫേഴ്സ് ടു ദ ബയോഡൈവേഴ്സിറ്റി ഓർ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു ഡെഫിനേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് പ്രസൻറ്റ് ഓൺ എർത്ത്. എർത്തിൽ പ്രസൻറ്റ് ആയിരിക്കുന്ന നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ഓർഗാനിസംസിനെ റെഫർ ചെയ്യുന്ന ഒരു ടേമാണ് ബയോഡൈവേഴ്സിറ്റി. We should remember here that as we explore new areas and even old ones, new organisms are continuously being identified. ന്യൂ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുമ്പോഴായിക്കോട്ടെ, അതുപോലെ ഓൾഡ് ഏരിയാസ് വീണ്ടും എക്സ്പ്ലോർ ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ന്യൂ ഓർഗാനിസംസിനെയൊക്കെ കണ്ടിന്യൂസ്ലി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, ആസ് സ്റ്റേറ്റഡ് ഏർലിയർ ദർ ആർ മില്യൺസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ഇൻ ദ വേൾഡ്. We know the plants and animals in our own area by the local names. നമുക്കിപ്പോൾ നമ്മുടെ ഏരിയയിലുള്ള പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെ ഒക്കെ പേരുകൾ ലോക്കൽ നെയിംസ് വെച്ചാണ് നമ്മൾ അവരെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. These local names would vary from place to place, even within a country. അല്ലേ, ഈ ഒരു ലോക്കൽ നെയിമിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്. അതിങ്ങനെ പ്ലേസ് ടു പ്ലേസ് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കും. ഈവൻ വിത്തിൻ എ കൺട്രി പ്രോബ്ലി യു വുഡ് റെക്കഗ്നൈസ് ദ കൺഫ്യൂഷൻ ദാറ്റ് വുഡ് ബി ക്രിയേറ്റഡ് ഇഫ് യു ഡിഡ് നോട്ട് ഫൈൻഡ് വേസ് ആൻഡ് മീൻസ് ടു ടോക്ക് ടു ഈച്ച് അതർ ടു റെഫർ ടു ഓർഗാനിസംസ് വി ആർ ടോക്കിംഗ് അബൌട്ട്. ഓക്കെ, സോ അവിടെയാണ് ഓർഗാനിസംസിൻ്റെ നെയിമിങ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. സോ ദർ ഇസ് എ നീഡ് ടു സ്റ്റാൻഡർഡൈസ് ദ നെയിമിങ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് സച്ച് ദാറ്റ് എ പെർട്ടിക്കുലർ ഓർഗാനിസം ഇസ് നോൺ ബൈ ദ സെയിം നെയിം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്ത് എല്ലായിടത്തും ഒരു പെർട്ടിക്കുലർ ഓർഗാനിസമിന് ഒരു നെയിം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രത്യേക നെയിമിൽ അത് അറിയപ്പെടണം. ഓക്കെ, ദിസ് പ്രോസസ് ഇസ് കോൾഡ് നോമെൻക്ലേച്ചർ. അപ്പോൾ ആ ഒരു പ്രോസസ് ഓഫ് നെയിമിങ്ങിനെ പറയുന്ന പേരാണ് നോമെൻക്ലേച്ചർ. Obviously, nomenclature or naming is only possible when the organism is described correctly and we know to what organism the name is attached to. So, എപ്പം മാത്രമേ ഈ നോമെൻക്ലേച്ചർ നടക്കുകയുള്ളൂ. ഈ ഒരു നെയിമിംഗ് പോസിബിൾ ആവുന്നത് ഓൺലി വെൻ ദ ഓർഗാനിസം ഇസ് ഡിസ്ക്രൈബ് കറക്റ്റ്ലി. ഒരു കൃത്യമായ ഡിസ്ക്രിപ്ഷൻ ഒരു ഓർഗാനിസത്തെക്കുറിച്ച് നമുക്ക് കൊടുക്കാൻ കഴിയണം, എങ്കിൽ മാത്രമേ നോമെൻക്ലേച്ചർ ആ ഒരു പ്രോസസ്സ് പോസിബിൾ ആവുള്ളൂ. ആൻഡ് വി നോ ടു വാട്ട് ഓർഗാനിസം ദ നെയിം ഇസ് അറ്റാച്ച്ഡ് ടു. ഏത് ഓർഗാനിസത്തിനാണ് ആ നെയിം ഉള്ളത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ആ ഒരു ഓർഗാനിസത്തെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് കഴിയണം. സോ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫിക്കേഷൻ. അപ്പം നോമെൻക്ലേച്ചറിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. In order to facilitate the study, the number of scientists have established procedures to assign a scientific name to each non-organism. This is acceptable to biologists all over the world. For plants, scientific names are based on agreed principles and criteria which are provided in International Code for Botanical Nomenclature, that is ICBN. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. അപ്പം ICBN അനുസരിച്ചാണ്, അതായത് ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമെൻക്ലേച്ചറിൻ്റെ എഗ്രീഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്ലാന്റ്സിന് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നത്. ഓക്കെ, സോ അത് ഒത്തിരി പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഇൻ്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാനിക്കൽ നോമെൻക്ലേച്ചർ, ദാറ്റ് ഇസ് ICBN. You may ask, how are animals named? Animalസിനും ഇതുപോലെ തന്നെ ക്രൈറ്റീരിയാസും പ്രിൻസിപ്പിൾസും ഉണ്ട്.
Animal taxonomists have evolved International Code for Zoological Nomenclature. അതിൻ്റെ പേരാണ് International Code for Zoological Nomenclature, that is ICZN. The scientific names ensure that each organism has only one name. അപ്പോൾ scientific name ensure ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ഓർഗാനിസത്തിന് ഒരു നെയിം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ. Description of any organism should enable the people that is in any part of the world to arrive at the same name. അപ്പം ഒരു ഓർഗാനിസം നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ലോകത്ത് എവിടെയുള്ള ആൾക്കാർക്കും ആ ഒരു സെയിം നെയിമിലേക്ക് തന്നെ എത്താൻ പറ്റണം. ഓക്കെ. They also ensure that such a name has not been used for any other non-organism. So ഒരു ഓർഗാനിസത്തിന് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള നെയിം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഓക്കെ. Biologists follow universally accepted principles to provide scientific names to non-organisms. ഇപ്പോൾ ഓർഗാനിസംസിന് സയൻറ്റിഫിക് നെയിം കൊടുക്കുന്നത് ചില യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്താണ്. ഈച്ച് നെയിം ഹാസ് 2 കോമ്പണൻസ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ക്രൈറ്റീരിയാസ് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഒരു നെയിമിന് 2 കോമ്പണൻസ് ആയിരിക്കും ഉണ്ടാവുന്നത്. ദാറ്റ് ഈസ് ദ ജനറിക് നെയിം ആൻഡ് ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. ജനറിക് നെയിം എന്ന് പറയുന്നത് ജീനസ് എന്ന് പറയാം. സ്പെസിഫിക് എപ്പിത്തറ്റ് എന്ന് പറഞ്ഞാൽ ദ സ്പീഷീസ് നെയിമാണ്. സോ ഈ 2 കോമ്പണൻസ് ആണ് ഏതൊരു സയൻറ്റിഫിക് നെയിമിനും ഉണ്ടാവുന്നത്. This system of providing a name with 2 components is called binomial nomenclature. ഇങ്ങനെ 2 കോമ്പണൻസ് വെച്ച് ഒരു നെയിം കൊടുക്കുന്ന ഈ ഒരു സിസ്റ്റത്തെ പറയുന്ന പേരാണ് binomial nomenclature. This naming system given by Carolus Linnaeus is being practiced by biologists all over the world. അപ്പം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് Carolus Linnaeus ആണ്. ഫാദർ ഓഫ് ടാക്സോണമി എന്നറിയപ്പെടുന്ന Carolus Linnaeus ആണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം തന്നെയാണ് ഓൾ ഓവർ ദ വേൾഡ് ബയോളജിസ്റ്റ് യൂസ് ചെയ്യുന്നത്. This naming system using a 2-word format was found convenient. Let us take the example of mango to understand the way of providing scientific names better. The scientific name of mango is written as Mangifera indica. Let us see how it is a binomial name. In this name, Mangifera represents the genus. So the first name aayittulla Mangifera, that represents the genus name, while indica is a particular species or a specific epithet. Other universal rules of nomenclature are as follows. ഇനി ചില യൂണിവേഴ്സൽ ആയിട്ടുള്ള റൂൾസ് ഉണ്ട് നമ്മൾ നോമൻക്ലേച്ചറിൽ ഫോളോ ചെയ്യേണ്ടത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. Biological names are generally in Latin and written in italics. അപ്പോൾ generally ആ names എല്ലാം Latin ആയിരിക്കണം and that should be written in italics. They are Latinized or derived from Latin irrespective of their origin. അപ്പം ഒന്നെങ്കിൽ അവർ ലാറ്റിനൈസ് ചെയ്യണം നമ്മൾ, അല്ലെങ്കിൽ ലാറ്റിനിൽ നിന്നും നമ്മൾ ഡിറൈവ് ചെയ്യുന്നതായിരിക്കണം irrespective of their origin. The first word in a biological name represents the genus. എപ്പോഴും ഒരു ബയോളജിക്കൽ നെയിമിൻ്റെ ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ജീനസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും, while the second component represents the or denotes the specific epithet. Both the words in a biological name when handwritten are separately underlined. അപ്പോൾ handwritten ആണെങ്കിൽ separately നമ്മൾ underline ചെയ്യണം, or printed in italics to indicate the Latin origin. പ്രിൻ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇറ്റാലിക്സിലായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ലാറ്റിൻ ഒറിജിൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. The first word denoting the genus starts with a capital letter. So നമ്മൾ പറഞ്ഞു ഫസ്റ്റ് വേർഡ് ജീനസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. That should start with the capital letter. While the specific epithet എന്ന് പറയുന്നത് സെക്കൻഡ് വേർഡ് ആണ്. That should start with a small letter. It can be illustrated with the example of Mangifera indica. ഇപ്പോൾ നമുക്കറിയാം Mangifera ഇൻഡിക്കയിൽ ജീനസ് നെയിം ആയിട്ടുള്ള Mangifera ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണ്, M, then indica സ്പീഷീസിൻ്റെ നെയിമാണ്, I സ്മോൾ ലെറ്റർ ആണ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ്, ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള യൂണിവേഴ്സൽ റൂൾസ് ഫോർ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇനിയൊരു റൂൾ എന്ന് പറയുന്നത് നെയിം ഓഫ് ദ ഓതർ അപ്പിയേഴ്സ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ്. അപ്പോൾ നമ്മൾ ഒരു ഓതറിൻ്റെ പേരും കൂടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അത് സ്പെസിഫിക് എപ്പിത്തറ്റിന് ശേഷമായിരിക്കണം. അറ്റ് ദ എൻഡ് ഓഫ് ദ ബയോളജിക്കൽ നെയിം ആൻഡ് ഇസ് റിട്ടൺ ഇൻ അബ്രിവേറ്റഡ് ഫോം. സോ അബ്രിവേറ്റഡ് ഫോമിലായിരിക്കണം ബയോളജിക്കൽ നെയിമിൽ, അതിൻ്റെ അവസാനമായിരിക്കണം, എൻഡിലായിരിക്കണം. ദാറ്റ് മീൻസ് ആഫ്റ്റർ ദ സ്പെസിഫിക് എപ്പിത്തറ്റ് നെയിം ഓഫ് ദ ഓതർ ഇൻ അബ്രിവേറ്റഡ് ഫോം. എക്സാമ്പിൾ Mangifera indica Lin. ഇപ്പം ഇതിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ലീനസിൻ്റെ പേരാണ് ഇവിടെ LINN, അത് സ്പീഷീസിൻ്റെ നെയിമിന് കഴിഞ്ഞിട്ടാണ് ആ ഒരു അബ്രിവേറ്റഡ് ഫോം കൊടുത്തിരിക്കുന്നത്. It indicates that this species was first described by Linnaeus. So Linnaeus ആണ് Mangifera indica എന്നുള്ള ഈ ഒരു സ്പീഷീസ് ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അബ്രിവേറ്റഡ് ഫോം ഓതറിൻ്റെ കൊടുക്കുന്നത്. Since it is nearly impossible to study all the living organisms, it is necessary to devise some means to make this possible. This process is classification.
അപ്പം നമുക്ക് എല്ലാ ലിവിങ് ഓർഗാനിസംസിനെ കുറിച്ച് പഠനം നടത്തുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ അതുകൊണ്ട് തന്നെയാണ് അവിടെയാണ് ഈ ക്ലാസിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പം സോ ഇറ്റ് ഈസ് നെസസറി ടു ഡു ക്ലാസിഫിക്കേഷൻ. ഓക്കെ, classification is the process by which anything is grouped into convenient categories based on some easily observable characters. So classification എന്ന് പറഞ്ഞാൽ എന്താണ്? It is the process by which anything is grouped into convenient categories. Convenient ആയിട്ടുള്ള ചില categories ആയിട്ട് anything, എന്തിനേയും നമ്മൾ ഗ്രൂപ്പ് ചെയ്യാണ് based on some easily observable characters. Okay. For example, we easily recognize groups such as plants or animals or dogs, cats or insects. The moment we use any of these terms, we associate certain characters with the organism in that group. What image do you see when you think of a dog? Obviously, each one of us will see dogs and not cats. Now, if you were to think of Alsatians, we know what we are talking about. Similarly, suppose we were to say mammals, you would of course think of animals with external ears and body hair. Likewise, in plants, if we try to talk of wheat, the picture in each of our minds will be of wheat plants, not of rice or any other plant. സോ നമ്മളൊരു ആനിമൽ ആയിട്ടുള്ള ഡോഗോ കാറ്റോ അല്ലെങ്കിൽ പ്ലാന്റ് ആയിട്ടുള്ള വീറ്റോ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ടൈമിൽ അതിൻ്റെ ഒരു പിക്ചർ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എത്തും. അത് അതിൻ്റെ ചില ക്യാരക്ടേഴ്സുമായിട്ട് നമ്മൾ ആ ഒരു ക്യാരക്ടർ അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. Hence, all these dogs, cats, mammals, wheat, rice, plants and animals, etc. are convenient categories we use to study organisms. ഇപ്പോൾ ഓർഗാനിസംസിനെ കുറിച്ച് പഠിക്കുന്ന ചില കൺവീനിയൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഇതിനെയൊക്കെ പറയാൻ പറ്റും. The scientific term for these categories is taxa. അപ്പം ഈ ഒരു കാറ്റഗറീസിനെ നമ്മൾ പറയുന്ന പേരാണ് ടാക്സ. Here, you must recognize that taxa can indicate categories at very different levels. Plants also form a taxa. Wheat is also a taxa. Similarly, animals, mammals, dogs are all taxa. Okay. അപ്പം ഇതെല്ലാം എന്താണ് ടാക്സകളാണ്. But you know that a dog is a mammal and mammals are animals. Therefore, animals, mammals, dogs represent taxa at different levels. ആനിമൽസും മാമൽസും ഡോഗ്സും എല്ലാം ഓരോരോ ടാക്സുകളാണ്. പക്ഷെ നമുക്കറിയാം ഡോഗ്സ് എന്ന് പറയുന്നത് മാമൽസിൽ വരുന്നതാണ്, മാമൽസ് എന്ന് പറയുന്നത് ആനിമൽസിൽ വരുന്നത് തന്നെയാണ്. സോ ഇതെല്ലാം ഡിഫറെൻറ്റ് ലെവൽസിലുള്ള ഡിഫറെൻറ്റ് ടാക്സുകളാണ്. സോ ഇറ്റ് റെപ്രസെൻറ്റ് ടാക്സ് ആറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. Hence, based on characteristics, all living organisms can be classified into different taxa ആയിട്ട് നമുക്ക് എല്ലാ living organismസിനെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. This process of classification is known as taxonomy. External and internal structure along with the structure of cell, development process and ecological information of organisms are essential and form the basis of modern taxonomic studies. അപ്പോൾ ഇതൊക്കെയാണ് modern taxonomic studiesന്റെ basis എന്ന് പറയുന്നത്. Hence, characterization, identification, classification and nomenclature. Characterization, identification, classification and nomenclature are the processes that are basic to taxonomy. ടാക്സോണമിയുടെ 4 ബേസിക് പ്രോസസ്സസ് ആണ് നമ്മൾ പഠിച്ചത്. ക്യാരക്ടറൈസേഷൻ, അതായത് ഒരു ഓർഗാനിസത്തെ കൃത്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക, ദെൻ ഐഡന്റിഫിക്കേഷൻ, ദെൻ ദ ക്ലാസിഫിക്കേഷൻ ആൻഡ് ലാസ്റ്റ് നോമെൻക്ലേച്ചർ. ദീസ് ആർ ദ പ്രോസസ്സസ് ദാറ്റ് ആർ ബേസിക് ടു ടാക്സോണമി. Taxonomy is not something new. Human beings have always been interested in knowing more and more about the various kinds of organisms, particularly with reference to their own use. In early days, human beings needed to find sources for the basic needs of food, clothing and shelter. Hence, earliest classification were based on the uses of various organisms. So, നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇൻട്രഡക്ഷനിൽ തന്നെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് എന്ന് പറയുന്ന എല്ലാം ഹ്യൂമൻ ബീങ്സിൻ്റെ ഒക്കെ നമ്മുടെ യൂസസ് അല്ലെ, ഓർഗാനിസംസിൻ്റെ ഓരോ യൂസസ് ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഏർലിയസ്റ്റ് ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നടത്തിയിരുന്നത്. Human beings were since long not only interested in knowing more about different kinds of organisms and their diversities, but also the relationship among them. അപ്പം just different kinds of organismsനെ കുറിച്ചോ ഡൈവേഴ്സിറ്റിയോ മാത്രമല്ല, but also the relationship among the organisms. This branch of study was referred to as systematics. അപ്പം സോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസും അവരുടെ ഡൈവേഴ്സിറ്റിയും അതുപോലെ അവരുടെ റിലേഷൻഷിപ്സിനെയും കുറിച്ച് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സ്റ്റഡീനെ പറയുന്ന പേരാണ് സിസ്റ്റമാറ്റിക്സ്. ഓക്കെ, the word systematics is derived from the Latin word systema, which means systematic arrangement of organisms. So systematics എന്നുള്ള വേർഡ് ഡിറൈവ്ഡ് ആവുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്.
അതായത് സിസ്റ്റമ എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ആ സിസ്റ്റമയുടെ അർത്ഥം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് എന്നാണ്. Linus used Systema Naturae as the title of his publication. അദ്ദേഹത്തിൻ്റെ ടൈറ്റിൽ ഓഫ് ദ പബ്ലിക്കേഷൻ ആയിരുന്നു Systema Naturae. The scope of systematics was later enlarged to include identification, അതുപോലെ nomenclature, then classification. Systematics takes into account evolutionary relationship between organisms. അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സിസ്റ്റമാറ്റിക്സ് നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസ്, ദ ഡൈവേഴ്സിറ്റി ആൻഡ് ദ റിലേഷൻഷിപ്പ് എമംഗ് ദം. അതുപോലെ തന്നെ ഇറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടാക്സോണമി കാറ്റഗറീസ്. Classification is not a single step process but involves hierarchy of steps, okay, in which each step represents a rank or category. So ആ ഓരോ സ്റ്റെപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് rank or category. Rank or category. Since the category is a part of overall taxonomic arrangement, it is called the taxonomy category. And all categories together constitute the taxonomic hierarchy. അപ്പോൾ എല്ലാ കാറ്റഗറീസിനെയും ഒരുമിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. ഓക്കെ, ഈച്ച് കാറ്റഗറി റെഫർ ടു ആസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതിൽ തന്നെ ഓരോ കാറ്റഗറിയും എന്ന് പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. In fact, it represents a rank and is commonly termed as taxon. So ആ ഒരു റാങ്കിനെയാണ് നമ്മൾ പറയുന്നത് taxon. Taxonomic categories and hierarchy can be illustrated by an example. Insects represent a group of organisms sharing common features like 3 pairs of jointed legs. Insects എല്ലാം ഒരു common feature തന്നെയാണ് 3 pairs of jointed legs. It means insects are recognizable concrete objects which can be classified and thus were given a rank or category. Can you name other such groups of organisms? Remember, groups represents category. Category further denotes rank. Each rank or taxon in fact represents a unit of classification. അതിൽ ഓരോ റാങ്ക് അല്ലെങ്കിൽ ടാക്സോൺ എന്താണ്? ഒരു യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്. These taxonomic groups or categories are distinct biological entities and not merely morphological aggregates. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. ഈ ഓരോ ടാക്സോണമിക് ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസും എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ് ആൻഡ് നോട്ട് മിയർലി മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ്. സോ അവർ മോർഫോളജിക്കൽ അഗ്രിഗേറ്റ്സ് അല്ല, മറിച്ച് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ എൻറ്റിറ്റീസ് ആണ് ഈ ഓരോ ടാക്സോണമിക് ഗ്രൂപ്പ്സ് ആൻഡ് ടാക്സോണമിക് കാറ്റഗറീസ്. ടാക്സോണമിക്കൽ സ്റ്റഡീസ് ഓഫ് ഓൾ നോൺ ഓർഗാനിസംസ് ഹാവ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് കോമൺ കാറ്റഗറീസ് സച്ച് as kingdom, phylum or division. Taxonomical studies of all non-organisms have led to the development of common categories such as kingdom, phylum or division. Plants ആണെങ്കിൽ division, animals ആണെങ്കിൽ phylum എന്ന് പറയും. Then class, order, family, genus and species. All organisms, including those in the plant and animal kingdoms, have species as the lowest category. അപ്പം രണ്ട് കിങ്ഡംസിൻ്റെയും പ്ലാന്റ് ആൻഡ് ആനിമൽ കിങ്ഡംസിൻ്റെയും പ്രത്യേകത അതിൻ്റെ ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് തന്നെയാണ്. ഓക്കെ, ദ ലോവസ്റ്റ് കാറ്റഗറി is species itself. Now the question you may ask is how to place an organism in various categories. The basic requirement is the knowledge of characters of an individual or group of organisms. ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചുള്ള ഒരു നോളജ് ആണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് ആവശ്യം, അല്ലെങ്കിൽ ബേസിക് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. This helps in identifying similarities and dissimilarities among the individuals of the same kind of organisms as well as of other kind of organisms. Okay. അപ്പോൾ നമ്മുടെ ടാക്സോണമിക് കാറ്റഗറീസിൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ടാക്സോണമിക് ലെവൽസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ദ ഫസ്റ്റ് വൺ ഈസ് സ്പീഷീസ്. ടാക്സോണമിക് സ്റ്റഡീസ് കൺസിഡർ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ആസ് എ സ്പീഷീസ്. അപ്പോൾ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആണ് വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ആണ്. One should be able to distinguish one species from the other closely related species based on the distinct morphological differences. Let us consider Mangifera indica, Solanum tuberosum, that is potato, and Panthera leo, lion. All the three names, indica, adupole tuberosum, leo, idokke endana? It represents the specific epithet അല്ലെങ്കിൽ species names. While the first words, അതായത് Mangifera, Solanum, Panthera, they are genera or genus name that represents another higher level of taxon or category. Each genus may have one or more than one specific epithets representing different organisms.
but having morphological similarities. So ഒരു ജീനസിന് തന്നെ മോർ ദാൻ വൺ എന്താ ഉണ്ടാവാം, സ്പെസിഫിക് എപ്പിത്തറ്റ്സ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ പാന്തീര ഹാസ് അനദർ സ്പെസിഫിക് എപ്പിത്തറ്റ് കോൾ ടൈഗ്രസ്. പാന്തീരയുടെ നമ്മൾ ഒരെണ്ണം പഠിച്ചു, പാന്തീര ലിയോ, ലയണ്ടത് പറഞ്ഞു. ഇനി മറ്റൊരു സ്പെസിഫിക് എപ്പിത്തറ്റ് പാന്തീരയ്ക്കുള്ളതാണ് ടൈഗ്രസ്. അത് ടൈഗറിൻ്റെതാണ്, പാന്തീര ടൈഗ്രസ്. അതുപോലെ സൊളാനം ഇൻക്ലൂഡ്സ് ദ സ്പീഷീസ് നൈഗ്രം ആൻഡ് മെലോജീന. ഇപ്പം നമ്മൾ പറഞ്ഞത് സൊളാനം ട്യൂബറോസം പൊട്ടറ്റോ ആണ്. ഇനി സൊളാനം നൈഗ്രം ഉണ്ട്, അതുപോലെ സൊളാനം മെലോജീനയും ഉണ്ട്. Human beings belong to the species sapiens, which is grouped in the genus Homo. Homo എന്ന ജീനസിലാണ് sapiens എന്ന സ്പീഷീസ് വരുന്നത് നമുക്കറിയാം. The scientific name thus for human being is written as Homo sapiens. Clear അല്ലേ? Comprises a group of related species which has more characters in common in comparison to species of other genera. ഓക്കെ, മറ്റ് ജനറയിലെ സ്പീഷീസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ജീനസ്, ഒരു റിലേറ്റഡ് സ്പീഷീസ് ഉള്ള ആ ജീനസിന് എന്തായിരിക്കും, മോർ ക്യാരക്ടേഴ്സ് കോമൺ ആയിരിക്കും. We can say that genera are aggregates of closely related species. Closely related speciesന്റെ aggregates ആയിട്ട് നമുക്ക് ജനറയെ പറയാം, അല്ലെങ്കിൽ ജീനസിനെ പറയാം. For example, potato and brinjal are two different species but both belong to the genus Solanum. ഇപ്പം പൊട്ടറ്റോ ട്യൂബറോസം എന്ന സ്പീഷീസിൽ വരുന്നതാണ്, ബ്രിഞ്ചൽ ആണെങ്കിൽ മെലോജീന എന്ന് പറയുന്ന സ്പീഷീസിൽ വരുന്നതാണ്. ഈ രണ്ട് ഡിഫറെൻറ്റ് സ്പീഷീസ് ആണെങ്കിൽ പോലും അവർ ഒറ്റ ജീനസ് ആയിട്ടുള്ള സൊളാനത്തിലാണ് വരുന്നത്. ഇനിയിപ്പോൾ ലയൺ പാന്തീര ലിയോ, അതുപോലെ ലെപ്പേർഡ് ആണെങ്കിൽ പാന്തീര പാർഡസ് ആണ്, ആൻഡ് ടൈഗർ ആണെങ്കിൽ പാന്തീര ടൈഗ്രസ്. വിത്ത് സെവറൽ കോമൺ ഫീച്ചേഴ്സ് ആണ്, ആർ ഓൾ സ്പീഷീസ് ഓഫ് ദ ജീനസ് പാന്തീര. അപ്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആണെങ്കിൽ പോലും ഒരൊറ്റ ജീനസ് ആയിട്ടുള്ള പാന്തീരയിലാണ് ഇവരെല്ലാവരും വരുന്നത്. This genus differs from another genus Felis which includes cats. അപ്പം മറ്റൊരു ജീനസ് ആണ് ഫെലിസ്. അപ്പോൾ പാന്തീര പോലെ തന്നെ മറ്റൊരു ജീനസ് ആണ് ഫെലിസ്. ആ ഫെലിസിലാണ് ക്യാറ്റ്സ് ഒക്കെ തന്നെ വരുന്നത്. ഓക്കെ, ഇനി ഫാമിലി നോക്കുമ്പം ദ നെക്സ്റ്റ് കാറ്റഗറി ഫാമിലി ഹാസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറ. ഇതെന്താണ്, ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജനറയാണ് വിത്ത് സ്റ്റിൽ ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആസ് കമ്പയർ ടു ജീനസ് ആൻഡ് സ്പീഷീസ്. അപ്പോൾ ജീനസിനെയും സ്പീഷീസിനെയും കമ്പയർ ചെയ്യുമ്പം ലെസ് നമ്പർ ഓഫ് സിമിലാരിറ്റീസ് ആണ് ഇവർ തമ്മിൽ വരുന്നത്. ഫാമിലീസ് ആർ ക്യാരക്ടറൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എന്താണ്, വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. പ്ലാന്റ് സ്പീഷീസിൻ്റെ വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫാമിലീസ് ക്യാരക്ടറൈസ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, വെജിറ്റേറ്റീവ്, ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് പ്ലാന്റ് സ്പീഷീസ്. Among plants, for example, 3 different genera, that is Solanum, Petunia and Datura, they are placed in the family Solanaceae. So Solanaceae ഫാമിലിയിലെ 3 ജനറകളാണ് നമ്മുടെ സൊളാനം, പെറ്റൂണിയ, ഡാറ്റുറയൊക്കെ. They are placed in the family Solanaceae. Among animals, for example, genus Panthera comprising lion, അതുപോലെ tiger, leopard is put along with the genus Felis, that is catsന്റെ genus ആയിട്ടുള്ള Felis ആണ് in the family Felidae. സോ പാന്തീര എന്നുള്ള ജീനസും ഫെലിസ് എന്നുള്ള ക്യാറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ജീനസും എന്താണ്, ഒരു ഫാമിലി ആയിട്ടുള്ള ഫെലിഡയിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ ക്യാറ്റും ലയണും ലെപ്പേർഡും ഒക്കെ വരുന്ന ഫാമിലിയിൽ തന്നെയാണ് ആരും വരുന്നത്, നമ്മുടെ ക്യാറ്റും വരുന്നത്. Similarly, if you observe the features of a cat and a dog, you will find some similarities and some differences as well. അല്ലേ, ക്യാറ്റിനും ഡോഗിനും അതുപോലെയുള്ള ചില സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട്. They are separated into 2 different families. അവർ 2 ഫാമിലീസ് ആയിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്യാറ്റ്സ് വരുന്നത് ഫെലിഡെ എന്നുള്ള ഫാമിലിയിലാണെങ്കിൽ ഡോഗ്സ് വരുന്നത് കാനിഡെ എന്നുള്ള ഫാമിലിയിലാണ്. സോ 2 ഫാമിലികളുണ്ട്, ഫെലിഡെ ആൻഡ് കാനിഡെ. ഫെലിഡയിലാണ് നമ്മുടെ ഫെലിസും അതുപോലെ തന്നെ പാന്തീര, ക്യാറ്റ്സ് വരുന്നതും അതുപോലെ ടൈഗറും ലെപ്പേർഡും ലയണും ഒക്കെ വരുന്ന പാന്തീര. ഈ 2 ജീനസും ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഫെലിഡെ എന്ന ഫാമിലിയിലാണ്. ഇനി ഡോഗ്സ് വരുന്നത് കാനിഡെ എന്നുള്ള ഫാമിലിയിലാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഓർഡർ. You have seen earlier that categories like species, genus and families are based on a number of similar characters. Generally, order and other higher taxonomic categories are identified based on the aggregates of characters. Order being a higher category is the assemblage of families which exhibit a few similar characters. So, order endana oru higher category aanu namukkariyam, it is the assemblage of families aanu which exhibit a few similar characters. വളരെ കുറച്ച് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റൂ. The similar characters are less in number as compared to different genera included in a family. ഒരു ഫാമിലിയുടെ മറ്റ് ഫാമിലിയെ വെച്ച് നോക്കുമ്പോഴൊക്കെ സിമിലർ ക്യാരക്ടേഴ്സ് വളരെ കുറവാണ് ഓർഡറിലേക്ക് വരുമ്പോൾ. പ്ലാന്റ് ഫാമിലീസ് ലൈക്ക് കൺവോൾവിലേസിയേ അതുപോലെ സൊളനേസിയ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഓർഡർ പോളിമോണിയൽസ്. സോ കൺവോൾവിലേസിയയും അതുപോലെ സൊളനേസിയയും ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഓർഡറാണ് പോളിമോണിയൽസ്. ക്ലിയർ, പോളിമോണിയൽസ് എന്ന ഓർഡറിലാണ് ഈ 2 ഫാമിലീസും വരുന്നത്. മെയിൻലി ബേസ്ഡ് ഓൺ ദ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്.
അപ്പം ഇവിടെ എന്തിനെ ബേസ് ചെയ്താണ്? ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, മെയിൻലി ബേസ്ഡ് ഓൺ ഫ്ലോറൽ ക്യാരക്ടേഴ്സ്. നമ്മൾ നേരത്തെ പഠിച്ച ഫാമിലീസിലാണെങ്കിൽ മെയിൻലി എന്തായിരുന്നു? ബോത്ത് വെജിറ്റേറ്റീവ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇവിടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ആണ്. The animal order Carnivora includes families like Felidae and Canidae. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഡോഗിൻ്റെയും അതുപോലെ ക്യാറ്റും ഒക്കെ വരുന്ന ഈ രണ്ട് ഫാമിലീസ് നമ്മൾ പറഞ്ഞില്ല, ഈ രണ്ട് ഫാമിലീസും ഒരൊറ്റ ഓർഡറിലാണ് വരുന്നത്. ദാറ്റ് ഇസ് ഓർഡർ കാർണിവോറ. സോ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് ഫാമിലീസ് ഫെലിഡയും കാനിഡയും വരുന്നത് ഒരൊറ്റ ഓർഡറിൽ തന്നെയാണ്. ദാറ്റ് ഇസ് ഓർഡർ കാർണിവോറ. ഓക്കെ, ഇനി ക്ലാസിനെ കുറിച്ച് നോക്കാം. This category includes related orders. For example, order Primata comprising monkey, gorilla, അതുപോലെ gibbon. They are placed in class Mammaliae along with order Carnivora. So, order Carnivora കൂടെ തന്നെയാണ് ഓർഡർ പ്രൈമേറ്റിലുള്ള നമ്മുടെ മങ്കിയും ഗൊറില്ലയും ഗിബോൺ ഇവരെല്ലാവരെയും ഒരൊറ്റ ക്ലാസ് മെമേലിയയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഓർഡർ കാർണിവോറ ആൻഡ് ഓർഡർ പ്രൈമേറ്റ ആർ ടുഗെദർ ഇൻ ക്ലാസ് മെമേലിയ. ദാറ്റ് ഇൻക്ലൂഡ്സ് ആനിമൽസ് ലൈക്ക് ആരൊക്കെയാണ്? കാർണിവോറയിൽ വരുന്നവരാണ് നമ്മുടെ ടൈഗറും കാറ്റും ഡോഗും ഒക്കെ അല്ലേ. ഓർഡർ കാർണിവോറയിലെ ഫെലിഡയിൽ വരുന്നവരാണ് നമ്മുടെ ടൈഗറും കാറ്റും ഒക്കെ. ഫെലിഡേ ഫാമിലി വരുന്നവരാണ്, കാനിഡേ ഫാമിലി വരുന്ന ഡോഗും. സോ ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ ഓർഡർ പ്രൈമേറ്റിലുള്ള നമ്മുടെ മങ്കിയും ഗൊറില്ലയും ഗിബോണും അതുപോലെ ഹ്യൂമൻ ബീങ്സും എല്ലാവരും ഓർഡർ പ്രൈമേറ്റ് ആണല്ലോ. സോ ഇവരെല്ലാവരും വരുന്നത് എന്താണ്? ക്ലാസ് മെമേലിയക്കകത്താണ്. സോ ക്ലാസ് മെമേലിയ ഹാസ് അതർ ഓർഡേഴ്സ് ഓൾസോ. ഫൈലം നോക്കുമ്പം classes comprising animals like fishes, amphibians, reptiles, birds along with mammals constitute the next higher category, that is phylum. Phylum എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹയർ കാറ്റഗറി ആണ്. അവിടെ ഫിഷസും ആംഫീബിയൻസും റെപ്റ്റൈൽസും ബേർഡ്സും അതുപോലെ മാമൽസും എല്ലാവരും കൂടെ വരുന്നതാണ് നമ്മുടെ ഫൈലം എന്ന് പറയുന്നത്. All these based on the common features like presence of notochord. എന്തിൻ്റെ ബേസിസിലാണ്? Presence of notochord and dorsal hollow neural system are included in phylum Chordata. സോ ഫൈലം കോഡേറ്റയിൽ വരുന്നത് എന്തിൻ്റെയൊക്കെ ബേസിസിലാണ്? നോട്ടോകോഡിൻ്റെ പ്രസൻസ്, ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഫൈലം കോഡേറ്റയിലേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇൻ കേസ് ഓഫ് പ്ലാന്റ്സ് ആണെങ്കിൽ ക്ലാസസ് വിത്ത് എ ഫ്യൂ സിമിലർ ക്യാരക്ടേഴ്സ് ആർ അസൈൻഡ് ടു എ ഹയർ കാറ്റഗറി, ദാറ്റ് ഇസ് ഡിവിഷൻ. സോ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഡിവിഷൻ എന്നാണ്. ക്ലിയർ? ആനിമൽസിൻ്റെ കേസ് ആണെങ്കിൽ അത് ഫൈലം ആവും. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ദ ഹയസ്റ്റ് കാറ്റഗറി നോക്കാം, ദാറ്റ് ഇസ് കിങ്ഡം. All animals belonging to various phyla are assigned to the highest category, that is kingdom Animalia. So, various phyla എന്നുള്ള എല്ലാ ആനിമൽസും എന്ത് ചെയ്യാണ്? ഒരൊറ്റ ഹയസ്റ്റ് കാറ്റഗറിയിലാണ് വരുന്നത്, ദാറ്റ് ഇസ് കിങ്ഡം Animalia in the classification system of animals. The kingdom Plantae ആണെങ്കിൽ on the other hand is distinct and comprises all plants from various divisions. Henceforth, we will refer to these two groups as animal and plant kingdom. So plants എല്ലാവരും കിങ്ഡം പ്ലാന്റിലേക്കും ആനിമൽസ് എല്ലാം കിങ്ഡം ആനിമലിയിലേക്കും ആയിരിക്കും വരുന്നത്. സോ ടു ഗ്രൂപ്പ്സ് സച്ച് ആസ് ആനിമൽ ആൻഡ് പ്ലാന്റ് കിങ്ഡം. ടാക്സോണമി കാറ്റഗറീസ് ഫ്രം സ്പീഷീസ് ടു കിങ്ഡം ഹാവ് ബീൻ ഷോൺ. ഈ ഫിഗറിൽ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അസെൻഡിങ് ഓർഡറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ദെൻ കിങ്ഡം. സോ ഇതാണ് നമ്മുടെ ടാക്സോണമി കാറ്റഗറി, സ്പീഷീസ് ടു കിങ്ഡത്തെ ആ ഒരു അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. These are broad categories. However, taxonomists have also developed subcategories in this hierarchy to facilitate more sound and scientific placement of various taxa. ഈ വേരിയസ് ടാക്സുകൾക്കൊക്കെ തന്നെ ഒരു സൗണ്ട് ആൻഡ് സയൻറ്റിഫിക് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വീണ്ടും ഇതിന് സബ് കാറ്റഗറീസ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. Look at the hierarchy in figure 1.1. Can you recall the basis of arrangement? Say for example, as we go higher from species to kingdom, the number of common characters goes on decreasing. സോ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, നമ്മൾ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ മേലോട്ട് അസെൻഡിങ് ഓർഡറിൽ പോവുകയാണ് സ്പീഷീസ് ടു കിങ്ഡം എങ്കിൽ അവിടെ കോമൺ ക്യാരക്ടേഴ്സ് എന്തായിരിക്കും? ഡിക്രീസിങ് ആയിരിക്കും. അതുപോലെ സോ കോമൺ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിമിലർ ക്യാരക്ടേഴ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ക്യാരക്ടേഴ്സ്, ഇതൊക്കെ എന്തായിരിക്കും? സ്പീഷീസ് ടു കിങ്ഡം ഹയർ കാറ്റഗറീസിലേക്ക് പോകുന്തോറും അതിൻ്റെ സിമിലർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കോമൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഡിക്രീസ് ചെയ്തായിരിക്കും വരുന്നത്. So lower the taxa, more are the characteristics that the members within the taxon share. Higher the category, greater is the difficulty of determining the relationship to other taxa at the same level. Hence, the problem of classification become more complex. So, category, higher the category ആകുമ്പോഴത്തേക്ക് എന്താണ് റിലേഷൻഷിപ്പ് ഡിറ്റർമൈൻ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. റിലേഷൻഷിപ്പ് ടു അതർ taxa at the same level. Hence, the problem of classification കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്.
ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ടാക്സോണമി കാറ്റഗറീസ് ടു വിച്ച് സം കോമൺ ഓർഗാനിസംസ് ലൈക്ക് ഹൗസ് ഫ്ലൈ, അതുപോലെ മാൻ, മാംഗോ ആൻഡ് വീറ്റ്. ഇതിൻ്റെ ടാക്സോണമി കാറ്റഗറീസ് ആണ് അതായത് അതിൻ്റെ ബയോളജിക്കൽ നെയിം, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, ഡിവിഷൻ ഇങ്ങനെ. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. മാൻ ആദ്യം നോക്കാം. ബയോളജിക്കൽ നെയിം ഹോമോ സാപ്പിയൻസ് ആണെന്നറിയാം. ജീനസ് എന്താണ്? ഹോമോ ആണ്. ആൻഡ് ഫാമിലി ഏതാണ്? ഹോമിനിഡെ. ജീനസ് ഹോമോ, ഫാമിലി ഹോമിനിഡെ ആണ്. ഓർഡർ പ്രൈമേറ്റെ ആണ് നമുക്കറിയാം. ക്ലാസ് ഏതായിരിക്കും? മെമേലിയ. ഓഫ് കോഴ്സ് മാമൽസ് എല്ലാവരും തന്നെ മെമേലിയയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഫൈലമോ ഡിവിഷൻ, ആനിമൽസിൻ്റെ കേസിൽ ഫൈലം തന്നെയായിരിക്കും. ഫൈലം കോഡേറ്റയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ബിക്കോസ് ഓഫ് നോട്ടോ കോഡ് അല്ലേ. ഹൗസ് ഫ്ലൈയിലേക്ക് വരുമ്പം ബയോളജിക്കൽ നെയിം മസ്ക ഡൊമസ്റ്റിക്ക, ജീനസ് ഇസ് മസ്ക, ഫാമിലി ഏതാണ്? മസ്കിഡെ, ഓർഡർ ഡിപ്റ്ററിയാണ്. അതുപോലെ ഇൻസെക്റ്റ് ആയതുകൊണ്ട് തന്നെ ക്ലാസ് ഇൻസെക്റ്റയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഫൈലം ഏതാണ്? ആർത്രോപോഡ. ക്ലിയർ, ഇൻസെക്ട്സ് എല്ലാം ഫൈലം ആർത്രോപോഡയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഇനി മാംഗോ നോക്കുകയാണെങ്കിൽ ബയോളജിക്കൽ നെയിം ഇസ് മാഞ്ചിഫറ ഇൻഡിക്ക, ജീനസ് എന്താണ്? മാഞ്ചിഫറ, ഫാമിലി അനാകാഡീസിയയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓക്കെ, അനാകാഡീസിയ. ഓർഡർ എന്താണ്? സാപ്പിൻഡെയിൽസ്. ഇനി ക്ലാസ് ഏതാണ്? ഡൈക്കോട്ടിലിഡനെ. ഇനി ഡിവിഷൻ ആണെങ്കിൽ പ്ലാന്റ്സ് ആകുമ്പോൾ ഡിവിഷൻ ആണല്ലോ. ഡിവിഷൻ ഏതാണ്? ആൻജിയോസ്പെർമയിലാണ് മാംഗോ ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഇനി വീട്ടിലേക്ക് വരുമ്പം ബയോളജിക്കൽ നെയിം ട്രിട്ടിക്കം ഇസ്റ്റീവം, ജീനസ് എന്താണ്? ട്രിട്ടിക്കം, ഫാമിലി പൊയേസിയിലാണ് ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. ഓർഡർ പൊയേൽസ് ആണ്. ക്ലാസ് ഏതാണ്? മോണോകോട്ടിലിഡനെ. ഇനി ഡിവിഷൻ ആണെങ്കിൽ ആൻജിയോസ്പെർമ തന്നെയാണ്. ഓക്കെ, സോ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മെയിൻലി ഒരു 4 ഓർഗാനിസംസിൻ്റെ ആണ് ബയോളജിക്കൽ നെയിംസും അതുപോലെ ടാക്സോണമി കാറ്റഗറീസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് എക്സാമ്പിൾസിൽ കുറേ നമ്മൾ ക്ലാസ്സസും അതുപോലെ ഫാമിലീസിനെ കുറിച്ചൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ആയിട്ട് മാത്രം നമുക്ക് ഓരോ സ്പീഷീസിനും ഫാമിലിക്കും ഒക്കെ താഴെയായിട്ട് NCERT പറയുന്നുണ്ട്. അതെല്ലാം നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഈ ടേബിളും നോക്കണം. ഈ ഒരു ചാപ്റ്ററിന് ആക്ച്വലി ഒരു പാർട്ടും കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് ടാക്സോണമിക് ലേറ്റ്സ്. പക്ഷേ അത് നീറ്റിൻ്റെ സിലബസിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണ്. സോ നമുക്ക് ഇത്രയാണ് ഈ ഒരു ലിവിങ് വേൾഡ് എന്നൊരു ചാപ്റ്റർ. ഇത് ആക്ച്വലി ഒരു സിമ്പിൾ ആൻഡ് വളരെ എന്താ പറയുക ചെറിയൊരു ചാപ്റ്ററാണ്. വെയിറ്റേജ് ഒത്തിരി ഇല്ലാത്തൊരു ചാപ്റ്റർ കൂടിയാണ്. നമ്മളങ്ങനെ ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൻ്റെ NCERT റീഡിംഗ് ഇവിടെ ഫിനിഷ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് ഡാഫോഡിൽ ലേണിംഗ് ആൻഡ് ഇറ്റ്സ് മീ വിജിത കുരാക്ക. ലെറ്റ്സ് മാസ്റ്റർ നീറ്റ് ടുഗെദർ. ബൈ ബൈ.